ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തെ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത സക്രിയ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവയെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന വാക്യമാണ് നമ്മൾ ഈ അധ്യായത്തിലും പ്രതിയാൽ ഈ വാക്യത്തിലും കാണുന്നത്. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ സക്രിയ കാണുന്ന ഒരു ദർശനമാണ്. മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും സക്രിയാവ് കാണുക. അപ്പം ദൈവസന്നിധിയിൽ നിൽക്കുന്ന മഹാപുരോഹിതനായ യോശുവ കുറ്റം ചുമത്തുവാൻ അപ്പുറത്ത് സാത്താനും നിൽപ്പുണ്ട്. അപ്പോൾ നോക്കണം, ഒരു മനുഷ്യൻ്റെ അടുക്കൽ 2 ദൂതന്മാരാണ് നിൽക്കുന്നത്. ഒന്ന് അവനെ സഹായിക്കുന്ന ഒരു ദൂതൻ, മറ്റൊന്ന് അവനെ കുറ്റം ചുമത്തുന്ന ഒരു ദൂതൻ. അത് നമ്മളെപ്പോഴും അറിയണം. നമ്മളെ കുറ്റം ചുമത്തുവാൻ ഒരുത്തൻ എല്ലായ്പ്പോഴും നമ്മുടെ ഇപ്പുറത്ത് നിൽപ്പുണ്ട് എന്നുള്ള ഒരു ചിന്തയോട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടും വെക്കാൻ. 39-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, ദുഷ്ടൻ, കുറ്റം ചുമത്തുന്നവൻ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ സക്രിയ പ്രവചനം 3:2 നമ്മൾ വായിക്കുന്നത്, യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. അപ്പോൾ കുറ്റം ചുമത്തുന്ന പിശാചിൻ്റെ കയ്യിലേക്ക് സക്രിയാവിനെ വിട്ടുകൊടുക്കുകയല്ല, പകരം ദൈവം ആ സാത്താനെ ശാസിക്കുന്ന ശാസന ഇവിടെ കാണുവാനിടയായിത്തീർന്നു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അവൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവനിൽ നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ കുറ്റം ചുമത്തുന്ന പിശാചിൻ്റെ കയ്യിലേക്ക്, അവൻ്റെ ഇഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കുകയല്ല, പകരം യഹോവയായ കർത്താവ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, സാത്താനോട് അവനെ ഭത്സിക്കുക മാത്രമല്ല, ഇവനെ ഞാൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയ. അപ്പോൾ നാം അറിയേണ്ടത്, ഹല്ലേലൂയ, ദൈവം ഇവനെ വേണ്ടി കൊടുത്ത ഒരു വിലയാണ്. തീയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത്രമാത്രം വില കൊടുത്താണ് ഇവനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. പിന്നെയും അടുത്ത പദം നമ്മൾ കാണുന്നത്, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവനിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം നീക്കി ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവിൻ. നോക്കണം, സാത്താൻ കുറ്റം പറഞ്ഞ് അവനെ തള്ളി നാശത്തിലേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവനെ, സ്തോത്രം, അവൻ്റെ ഗുണങ്ങൾ ഏറ്റുപറഞ്ഞ്, അല്ലെങ്കിൽ അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണെന്നും, പ്രൈസ് ലോർഡ്, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാനും ദൈവം ഹല്ലേലൂയ കൽപ്പിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മെ നശിപ്പിക്കുവാൻ പൈശാചിക ശക്തി എപ്പോഴും തിരഞ്ഞു നടപ്പുണ്ട്. 1 പത്രോസ് 5:8 പറയുന്നത്, സ്തോത്രം, വിശുദ്ധന്മാരെ തിരഞ്ഞു പിടിച്ചു വീഴ്ത്തുവാൻ പിശാച് ചുറ്റി നടക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22:31 പറയുന്നത്, ദൈവത്തിനുള്ളവരെ, സ്തോത്രം, നശിപ്പിച്ചു കളയുവാൻ, അല്ലെ പാറ്റിക്കളയുവാൻ
പിശാച് ശ്രമിക്കുന്നത് അവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നുണ്ട്. സ്തോത്രം. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിതയ്ക്കുന്ന വചനം മുളയ്ക്കാതിരിക്കുവാൻ, പ്രൈസ് ലോർഡ്, അത് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തി. പ്രൈസ് ലോർഡ്. ഇങ്ങനെ എത്ര മേഖലകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിളിച്ച ദൂതന്റെ വേഷം ധരിച്ച് സഭയിൽ കിടക്കുന്ന 2 കൊരിന്ത്യർ 11-14. ഈ മേഖലയെല്ലാം നാം തിരിച്ചറിയും. സ്തോത്രം. കുറ്റം പറയുവാൻ, പാറ്റിക്കളയുവാൻ, ഹല്ലേലൂയ സ്തോത്രം, വഞ്ചിക്കുവാൻ, ചതിക്കുവാൻ, വിളിച്ച ദൂതന്റെ വേഷം ധരിച്ച് നടക്കുന്ന ഈ പൈശാചിക ശക്തികളെ നമ്മൾ എപ്പോഴും അറിയണം. നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കർത്താവ് ഉള്ളപ്പോൾ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ വലിയ പദ്ധതികളും തന്ത്രങ്ങളുമുണ്ട്. ഹല്ലേലൂയ. അവൻ അലറുന്ന സിംഹം എന്ന പോലെ മൃതന്മാരെ വിഴുങ്ങിക്കളയുവാൻ ചുറ്റി നടക്കുകയും. അപ്പോൾ ഈ പകൽക്കാലം നാം തിരിച്ചറിയണം. പ്രൈസ് ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ബൈബിൾ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പദമാണല്ലോ പ്രൈസ്. കള്ള സഹോദരന്മാർ, കള്ള അപ്പോസ്തോലന്മാർ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കള്ള ക്രിസ്തുക്കൾ, എതിർ ക്രിസ്തുക്കൾ, ഹല്ലേലൂയ. ഇങ്ങനെ തുടങ്ങി ഒത്തിരി മേഖലകൾ ഇതിനകത്തുണ്ടെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇപ്പം നമ്മെ കുറ്റം പറയുവാൻ, നമ്മളെ വഞ്ചിക്കുവാൻ, ചതിക്കുവാൻ, പ്രൈസ് ലോർഡ്, ഒരു പൈശാചിക മേഖല ഇവിടെ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ പ്രഭാതത്തിൽ നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. എന്നാൽ അവൻ്റെ മുമ്പിൽ നമ്മെ വിട്ടുകൊടുക്കുന്ന ദൈവത്തെ അല്ല, നമ്മുടെ കുറ്റം ഹല്ലേലൂയ മോചിപ്പിച്ച്, സ്തോത്രം, മുഷിഞ്ഞ വസ്ത്രം മാറ്റി അല്ലെങ്കിൽ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ് എന്ന് പറയുന്ന നമ്മുടെ കർത്താവ്. സ്തോത്രം. മാത്രമല്ല അവിടെ കാണുന്ന അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. അവൻ നോക്കണം, ദൈവത്തിൻ്റെ ദൂതനെ കല്ല്, സ്തോത്രം, അവൻ്റെ എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം മാറ്റി വെടിപ്പുള്ള മുടി വെച്ച് അവൻ്റെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ച് അവനെ മനോഹരനാക്കി നിർത്തുന്ന കർത്താവിനെ നമുക്ക് ഈ പകൽക്കാലം ഇവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ്. അതിന് ശേഷമായിട്ട് ദൈവം അവനോട് പറയുന്ന 2-3 കൽപ്പനകളാണ്, 2-3 വാക്കുകളാണ്. എന്താണ് അവനോട് പറയുന്നത്? ഇത്രയും ഹല്ലേലൂയ സ്തോത്രം. അവനെ കുറ്റം ചുമത്തുന്ന ദൂതൻ ഹല്ലേലൂയ പിശാചിനെ ശാസിക്കുന്നു. സ്തോത്രം. അവനെ വലിച്ചെടുത്ത സ്തോത്രം കൊണ്ടുവന്ന വഴികളെക്കുറിച്ച് പറയുന്നു. അവൻ ഉത്സവസ്ത്രം ധരിപ്പിക്കുന്നു, തലയിൽ വെടിപ്പുള്ള മുടി വെക്കുന്നു. ഇത്രയും ദൈവം അവന് വേണ്ടി ചെയ്തിട്ട് അവനോട് പറയുകയാണ്, സ്തോത്രം, നീ എൻ്റെ വഴികളിൽ നടക്കണം. പ്രൈസ് ലോർഡ്. 2, എൻ്റെ കാര്യം നീ നോക്കണം. അപ്പം ദൈവം പറയുകയാണ്, സ്തോത്രം, ദൈവം നമ്മളെ കുറ്റം ചുമത്തുകയല്ല, നമ്മളെ കുറ്റം വെടിപ്പാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയിട്ട് പറയുകയാണ്, നീ എൻ്റെ വഴികളിൽ നടന്നാൽ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 2, എൻ്റെ കാര്യാദികളെ നോക്കിയാൽ. അപ്പം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക, ദൈവത്തിൻ്റെ കാര്യം നോക്കുക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ ഞാൻ ആലയത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, പ്രൈസ് ലോർഡ്, വീണ്ടും നിന്നെ അവിടെ നിർത്തും. പ്രൈസ് ലോർഡ്. നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും. അപ്പോൾ ആലയത്തിൻ്റെ കാര്യങ്ങളെ നോക്കുവാൻ തക്കവണ്ണം ഇന്നലകൾ നീ ചെയ്ത പ്രവർത്തികളിലേക്ക് നിനക്ക് വീണ്ടും ഞാൻ ആഗമനം തരും. സ്തോത്രം. ഇപ്പോൾ നിന്നെ കുറ്റം പറഞ്ഞ് ആലയത്തിൻ്റെ അകത്ത് കയറ്റാതെ, എൻ്റെ സന്നിധിയിൽ നിർത്താതെ, എന്നെ സ്തോത്രം നിന്നെ പുറത്തേക്ക് കളയുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ അവനെ വെടിപ്പുള്ളവനാക്കി, പ്രൈസ് ലോർഡ്, ദൈവത്തിൻ്റെ മുമ്പാകെ ശ്രേഷ്ഠനാക്കി ഉത്സവസ്ത്രം ധരിപ്പിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, പ്രൈസ് ലോർഡ്, വീണ്ടും എൻ്റെ ആലയത്തിൻ്റെ കാര്യങ്ങളെ ചെയ്യുവാൻ, ഹല്ലേലൂയ, ആലയത്തിൻ്റെ ഹല്ലേലൂയ എൻ്റെ സന്നിധി നിൽക്കുവാൻ, ഹല്ലേലൂയ, നിന്നെ ഞാൻ അനുവദിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ എൻ്റെ വഴിയിൽ നടക്കുക, എൻ്റെ കാര്യങ്ങളെ ചെയ്യുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു നിർത്തട്ടെ ദൈവമക്കളെ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഇവൻ മഹാപുരോഹിതനാണ്, ദൈവകാര്യങ്ങൾ ചെയ്യേണ്ടവനാണ്, ഏറ്റവും ഹല്ലേലൂയ ഇസ്രായേലിൽ ഏറ്റവും ശ്രേഷ്ഠനാണിവൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ അതിപരിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കേണ്ടവനായവൻ. എന്നാൽ അവനെ പിശാച് കുറ്റം പറയുമ്പോൾ, സ്തോത്രം, ആ കുറ്റത്തിനകത്ത് അവനെ തള്ളിക്കളയും ദൈവത്തെ അല്ല, അവനെ വീണ്ടും കറക്റ്റ് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം അവനെ കുറ്റവിമുക്തനാക്കി
ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, എൻ്റെ വഴിയിൽ നടക്കാനും എൻ്റെ കാര്യാതങ്ങളെ ചെയ്യുവാനും നീ അതിൽ ശ്രദ്ധ വച്ചാൽ ഞാൻ നിനക്ക് വീണ്ടും നിൻ്റെ പഴയ പൊസിഷന് അല്ല നീ എവിടെ നിന്നുവോ ആ നിലവാരത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തും. വീണ്ടും ഞാൻ ആഗമനം അനുവദിക്കും. വീണ്ടും അത് നിനക്ക് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. തലയെ കുറ്റം ചുമത്തി തള്ളിക്കളയുന്ന പൈശാചിക ശക്തി എല്ലായിടത്തും ചുറ്റി നടക്കുക. എന്നാൽ നമ്മെ നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിച്ച് നമ്മളെ വീണ്ടും ശ്രേഷ്ഠതയിൽ കൊണ്ടുവരുന്ന ദൈവവും നമ്മുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, കുറ്റം ചുമത്തുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് വളരെ സൂക്ഷ്മതയോടെ ചുവട് വെക്കാം. വളരെ ശ്രദ്ധിച്ച് ചുവട് വെക്കാം. നമ്മുടെ വായിലെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, ചിന്ത എല്ലാം വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം. ഒരു തെറ്റ് ഉണ്ടായാൽ നമ്മളെ തകർത്ത് കളയുന്ന പിശാച് അടുത്ത് നിൽപ്പുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മളെ കുറ്റവിമുക്തനാക്കി വീണ്ടും ശ്രേഷ്ഠതയിൽ കൊണ്ട് നിർത്തുന്ന കർത്താവ് ഉണ്ട് എന്നുള്ള ധൈര്യവും നമുക്കുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കുകയല്ല, കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ ഹല്ലേലൂയ ധൈര്യത്തിൽ ക്രിസ്തീയ ജീവിതം ചെയ്യാം. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. കർത്താവ് നമ്മളെ കുറ്റം പറഞ്ഞ് തള്ളിക്കളയുകയല്ല, കുറ്റവിമുക്തനാക്കി ഹല്ലേലൂയ ശ്രേഷ്ഠതയിൽ കൊണ്ടുവന്നു വീണ്ടും തൻ്റെ കാർമ്മിക പദ്ധതിയിൽ തുടരാൻ അനുവദിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. നിത്യജീവനായും നിത്യരാജ്യത്തിനായും കർത്താവിനോട് ചേർന്നുള്ള നിത്യവാസത്തിനുമായി ഇറങ്ങിത്തിരിച്ച് നാം ഇടയ്ക്ക് വെച്ച് തകർന്ന് നശിച്ചു പോകാതെ കർത്താവിൻ്റെ ലക്ഷ്യത്തിൽ ഹല്ലേലൂയ നമ്മൾ എത്തിച്ചേരേണ്ടതിന് വളരെ സൂക്ഷ്മതയോടെ ഭൂമിയിൽ ജീവിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, കുറ്റം ചുമത്തി അനേകരെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തിയെ തിരിച്ചറിഞ്ഞ് കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയോട് കൂടെ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിച്ച് വീണ്ടും ചേർത്തുകൊള്ളുന്ന ആ സ്നേഹത്തിൽ തന്നെ തുടരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ഈ ദിനം എല്ലാ തരത്തിലും ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ് പുതിയ ഒരു മാസം, അതിൻ്റെ ആരംഭ ദിനം അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി ദൈവജനത്തിന് കൊടുക്കണം. ഈ മാസം അനുഗ്രഹത്തിൻ്റെ മാസമാക്കി ദൈവജനത്തിന് കൊടുക്കണം. കർത്താവിന് ചെയ്തുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. God bless you.